അനുഭവപ്പെട്ടു. പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഈ വിശന്നിരിക്കുന്ന കൂട്ടുകാരുടെ സങ്കടമായിരുന്നു എന്നെ ഏറ്റവും വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വീട്ടിലൊന്നും കഴിക്കാനില്ലാതെയൊക്കെ വിഷമിച്ചപ്പോഴേ വളരെ പ്രയാസപ്പെട്ട ഒരു കൂട്ടുകാരൻ നാട് വിട്ടു പോകണമെന്നുള്ള ആഗ്രഹം തോന്നി. അവൻ എന്നെ നിർബന്ധിച്ചപ്പോൾ ബുക്കും പുസ്തകവും എല്ലാം കൂടെ കൂടി ഒരു ചായക്കട കൊടുത്തിട്ട് വയറ് നിറയെ ദോശയും ചായയും കഴിച്ച് അങ്ങനെ ഞങ്ങൾ കോട്ടയത്തെത്തി. ട്രെയിനിൽ കയറി എറണാകുളത്തിറങ്ങി. നേരെ സന്ധ്യയായപ്പോൾ ഞങ്ങൾ രണ്ടു വഴിക്ക് പിരിഞ്ഞു. അങ്ങനെ ആലുവ, എലൂർ, എറണാകുളം പ്രദേശത്തൂടെ ഞാൻ 1.5 വർഷം അടുക്കള ജോലി ചെയ്ത് ജീവിക്കേണ്ടി. അവസാനം ചെന്ന വീട്ടിൽ 9 മക്കൾ, ആൺമക്കളും പെൺമക്കളും. അവിടെ എല്ലാം ഉടുപ്പും നിക്കറും കഴുകി കൊടുക്കുക, ചാണകം വാരുക, പശുവിനെ കുളിപ്പിക്കുക, അടുക്കള വൃത്തിയാക്കുക. വെളുപ്പിനെ 4:30-5 ആകുമ്പോൾ തുടങ്ങുന്ന ജോലി രാത്രി 10-11 മണി വരെ നീണ്ടുപോകുക. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. എന്റെ കഷ്ടപ്പാട് കണ്ടുകൊണ്ടിട്ട് എന്നും ആ ചേട്ടന് കള്ള് മേടിച്ചു കൊടുക്കണം സന്ധ്യയാകുമ്പോൾ. എനിക്ക് കള്ള് മേടിക്കാൻ പോയപ്പോൾ ഷാപ്പില് എൻ്റെ അടുത്ത് നിന്ന് ഒരു ചേട്ടൻ, ഷാപ്പുകാരൻ ചേട്ടൻ തന്നെയാണ്. പുള്ളി എന്നോട് ചോദിച്ചു, നീ എന്തിനാ മോനെ ഇങ്ങനെ സങ്കടപ്പെടുന്നു ചോദിച്ചു. എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ അഡ്രസ്സ് ചോദിച്ചു. വീട്ടിലേക്ക് കത്തെഴുതി. വീട്ടുകാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 1.5 വർഷം അടുക്കളപ്പണി ചെയ്തു. പിന്നെ സ്കൂളിൽ ചേർന്ന് പഠിച്ചു. പിന്നെ വിശന്നിരിക്കുന്ന കൂട്ടുകാർ ഒത്തിരി ഉണ്ടായിരുന്നു. അവരോടൊപ്പം വിശന്നിരുന്ന പുളിമാങ്ങായും കൈ കിട്ടുന്ന എല്ലാം തിന്ന് നടന്ന് വയറ്റുവേദനയായി. അത് അൾസർ രോഗമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിന്റെ ആരംഭകാലത്ത് മെഡിക്കൽ കോളേജ് രോഗിയായിട്ട് വന്നു. രോഗിയായിട്ട് വന്നപ്പോൾ 17-ാമത്തെ വയസ്സ്, അങ്ങനെ 16-17 വയസ്സ് വന്നു. അങ്ങനെ രോഗിയായിട്ട് വന്നപ്പോഴേ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാമേന്ദ്രന് ഓപ്പറേഷന് വേണ്ടി കിടക്കുകയാണ്. കൂടെ ആരുമില്ല. പുള്ളി ആഹാരത്തിന് വഴിയില്ല, സഹായിക്കാൻ ആളുകളില്ല. അപ്പം എൻ്റെ ചോറ് പങ്കുവെച്ച് കൊടുത്തു. പിന്നെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും വരുമ്പോൾ ഒരു പൊതി ചോറും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ രാമേന്ദ്രനും ഞാനും വലിയ കൂട്ടായി. രാമേന്ദ്രൻ എല്ലാ ദിവസവും ചോറ് കൊടുക്കുമായിരുന്നു. രാമേന്ദ്രനോട് പറഞ്ഞു, രാമേന്ദ്ര സുഖം പ്രാപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആശുപത്രി വന്ന് പാവങ്ങളായ രോഗികളെ സഹായിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞു. രാമേന്ദ്രൻ മരിച്ചുപോയി. ഞാൻ സുഖമായി വീട്ടിൽ പോയി. വീട്ടിൽ പോയി 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആശുപത്രി വന്ന് പാവപ്പെട്ട രോഗികൾക്ക് കൊച്ചു സഹായം ചെയ്യും. എന്നെ ഏറ്റവും കൂടുതൽ ആശുപത്രി വരാൻ എനിക്കുണ്ടായതായ വലിയൊരു ആഗ്രഹം, ഞാൻ വീട്ടിൽ ചെന്ന് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ വയറിന്റെ നടുഭാഗം പൊട്ടി പഴുപ്പൊഴുകുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ബോധം കെട്ടുപോകും. ഞാനൊരു തുകർത്തെടുത്ത് വട്ടം വലിച്ചു മുറുക്കി കെട്ടിയിട്ട് തൊട്ടടുത്തുള്ള എൻ്റെ ഒരു ബന്ധമുള്ള ഒരു വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കോട്ടയം വരെയും പോകാനാണ്, ആശുപത്രി പോകാനാണ്. അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ വയറ് പൊട്ടി പഴുപ്പൊഴുകുന്നുണ്ട്, എനിക്കൊരു 2 രൂപ തരാമെന്ന് ചോദിച്ചപ്പം വളരെയേറെ എന്നെ ചീത്ത വിളിച്ച് ആക്ഷേപിച്ച് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അടുത്ത വീട്, യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വീട്ടിൽ ചെന്ന് ഞാൻ ഈ തുകർത്തഴിച്ച് കാണിച്ച് എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ അവര് 14 കോഴിമുട്ട തന്നു. ആ കോഴിമുട്ട വിറ്റിട്ട് കിട്ടിയ പൈസയും കൊണ്ട് അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ആശുപത്രി വരെ ഒന്ന് പോയേച്ചു വരട്ടെ. എന്നിട്ട് അമ്മേനെ ഞാൻ ആ തോർത്തിന്റെ കെട്ടഴിച്ച് കാണിച്ചില്ല. കാരണം അമ്മ ബോധം കിട്ടുപോകും. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നു, ഡോക്ടറെ കണ്ടു. ഈ കെട്ടഴിച്ച് കാണിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ വയറ് പൊട്ടി പഴുപ്പൊഴുകുന്നു, സാറേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു, ഞാൻ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം ഞാൻ കരയുന്ന കണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് കെട്ടിത്തെന്ന് പറഞ്ഞു, നീ വിഷമിക്കണ്ടടാ മോനെ, എല്ലാ കുത്തിക്കെട്ടും ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടും, നിനക്ക് മരുന്ന് തരാം, നീ ആ മരുന്ന് വെച്ചാൽ മതി. എന്നിട്ട് എനിക്ക് 25 രൂപയും കൂടെ തന്നിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട മോനെ, നീ സുഖമായിക്കോളൂ എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് വിട്ടു. ഇങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം വലിയൊരു ആഗ്രഹമായി, എനിക്ക് ആശുപത്രി പോകണം. പ്രത്യേകിച്ച് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നവരെ എനിക്ക് കാണണം, സഹായിക്കണം. അതിനെൻ്റെ അച്ചായനും സമ്മതിച്ചു, എൻ്റെ അമ്മയും സമ്മതിച്ചു. അങ്ങനെ ഞാൻ ആശുപത്രി പോയി പാവങ്ങളായ രോഗികളെ കണ്ട് കൊച്ചു സഹായം ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്കൊരു വലിയ സന്തോഷമായി.
അന്നത്തെ രോഗികൾക്ക് ഇത്രയും ഭക്ഷണം വേണ്ട, ഇച്ചിരി പലഹാരം മതി, ഇച്ചിരി അപ്പം വേണം, കേക്ക് വേണം, മടക്കുസാൻ വേണം, വെറ്റയടക്കായും വേണം, ദിനേശ് വീടി വേണം, ഉണക്കമീൻ വറുത്തത് വേണം. ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അത് വലുതാ. അങ്ങനെ ഞാൻ ഓരോ രോഗിയുടെ അടുത്ത് പോയപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, ഈ ആശുപത്രിയിൽ ജോലി കിട്ടി പാവങ്ങളായ രോഗികളെ സഹായിച്ച് ജീവിക്കാൻ. അങ്ങനെ എനിക്ക് 20-ാമത്തെ വയസ്സിൽ മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയ ജോലി കിട്ടി. ആ ജോലി കിട്ടിയപ്പോൾ രാവിലെ 7 മണിക്ക് ജോലിക്ക് കയറി രാത്രി 11 മണിയായിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളായിരുന്നു. അപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് സഹായിക്കാൻ തുടങ്ങി, നഴ്സുമാർ സഹായിക്കാൻ തുടങ്ങി, നാട്ടുകാർ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണം മേടിച്ചില്ലാത്തവർക്ക് കൊടുക്കാൻ തുടങ്ങി. അന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളോട് ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ രാവിലെ വരുമ്പം ഗേറ്റിന്റെ അവിടെ ഒരു ബക്കറ്റ് വെച്ചേക്കും, നിങ്ങൾ എന്നാണോ കഴിക്കുന്നത് ഒരു കൊച്ചു പൊതി അവിടെ വെച്ചേക്കും. നഴ്സുമാരായ സഹപ്രവർത്തകരോട് പറയും, സിസ്റ്ററൊക്കെ വരുമ്പം എന്തെങ്കിലും ഒരു കടലാസി പൊതിഞ്ഞുകൊണ്ട് വരും, ഒപ്പിടുന്നിടത്ത് ഞാൻ ബക്കറ്റ് വെച്ചേക്കും, നിങ്ങൾ അവിടെ വെച്ചേരി, ഞാൻ കൊടുത്തോളാം. രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് പറയും, അവരുടെ രോഗിയുടെ പകലാണെ പറയും, രോഗിയുടെ ഭാര്യമാരോ അമ്മമാരോ വീട്ടിൽ പൊക്കോ, നിങ്ങൾ വൈകിട്ട് വരുമ്പോൾ 2 പേർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നാൽ മതി. രാത്രി ഞാൻ ജോലി ഉള്ളപ്പോഴത്തേന് പറയും, നിങ്ങൾ വീട്ടിൽ പോകോ, ഞാൻ നോക്കിക്കൊള്ളാം, രാവിലെ വരുമ്പോൾ 2 പേർക്ക് കാപ്പി കൊണ്ടുവന്നാൽ മതി. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് ഭക്ഷണം കിട്ടാൻ തുടങ്ങി. ഞാൻ പഴയ എക്സ്റേ ഫിലിം വെട്ടിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വാടി വിഷമിക്കുന്നവരെ കണ്ടെത്തി ഈ കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു, ആശുപത്രിയുടെ മുറ്റത്ത് സിമെന്റ് കെട്ടിയ ബെഞ്ചുണ്ട് 24-ാം വാർഡിന്റെ വാതിക്കെ, 6 മണിയാകുമ്പോൾ വന്നാൽ മതി, ചോറ് തരാം. വീട് വീടാന്തോറും നടന്ന് ചോറും കറിയും മേടിച്ച് ചുമന്ന് അവിടെ കൊണ്ടുവച്ച് ഒരു കൊടുത്ത കാലങ്ങൾ. അതുപോലെ തന്നെ അന്നത്തെ നേഴ്സിംഗ് വിദ്യാർത്ഥിനികൾ, കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പഠിച്ച BSc നേഴ്സിംഗ് പഠിച്ച കുട്ടികൾ, അവരൊരു ദിവസം 5 ചോറ് 10 ചോറ് കഴിക്കാതെ തരുമായിരുന്നു. 10 ചോറ് മേടിച്ചു കഴിഞ്ഞാൽ 30 പേർക്ക് കൊടുക്കാനുള്ള ചോറും കറിയും അവർ അടുക്കള നിൽക്കുന്നവർ തരുമായിരുന്നു. അങ്ങനെയൊക്കെ കൊടുത്തു. ബന്ധുക്കൾ വന്നു, നാട്ടുകാരെല്ലാവരും ഭക്ഷണം തന്നു. അങ്ങനെ കൊടുത്തു ഭക്ഷണ വിതരണം അങ്ങനെ വലുതായതാണ്.